നമ്മൾ പണ്ട് കുഞ്ഞൻ നമ്പ്യാരുടെ തുള്ളൽ കവിത പഠിച്ചിട്ടുണ്ട്. അതിൽ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല എന്ന് പറഞ്ഞിട്ടാണ്. കുഞ്ഞൻ നമ്പ്യാരെ ഏതോ കാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും സംഭവിക്കുന്നു. നമ്മുടെ നാട്ടിൽ പണത്തിന് വേണ്ടി ആളുകൾ കാണിക്കുന്ന അബദ്ധങ്ങളും ക്രൂരതകളും ഒക്കെ തന്നെ തലസ്ഥാനത്ത് നമ്മൾ കണ്ടാണ് കഴിഞ്ഞ 2 യുവതികൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്, അഞ്ജുവും ഐശ്വര്യയും. അതിനകത്ത് ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. ഈ സിന്ധുകുമാരി എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് അറസ്റ്റിലായത്. അതായത് നമ്മളത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആത്മഹത്യ ചെയ്ത 2 പേരും അവരുടെ ഭാഗത്ത് നല്ല വീഴ്ചയുണ്ട്. നമുക്ക് ഒരിക്കലും അവരെ ആത്മഹത്യ കൊണ്ട് അവർ വിശുദ്ധരാക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ. അവരെ വിശ്വസിച്ച് ഒരു ജോലിക്ക് ഏർപ്പെടുത്തിയിരുന്ന സ്ഥാപന ഉടമ അവർ പറ്റിയായിരുന്നു. അത് ഇത് ഒരു പക്ഷേ ഈ സ്ഥാപന ഉടമ തന്നെ ജയിലിൽ പോവുകയും അയാൾ തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോവുകയും ചെയ്യേണ്ട സമയമാണ്. ഇപ്പൊ അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. കാരണം 70 പവനാണ്. 70 പവൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പോയ 75 ലക്ഷം 80 ലക്ഷം രൂപ വേണ്ടി വരും ഇത് തിരിച്ചു കൊടുക്കണമെങ്കിൽ. അപ്പോൾ അതിനകത്ത് നടന്ന ആ കളി മനസ്സിലായില്ലേ? അതായത് ഈ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ അവരെടുത്ത് വേറൊരാൾക്ക് കൊടുക്കും. കുറഞ്ഞ പലിശയ്ക്ക് പണയം വെക്കാം എന്ന് പറഞ്ഞ് വേറൊരാൾക്ക് കൊടുക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു? ആദ്യത്തെ തവണ കൊടുത്തതൊക്കെ ഇതുപോലെ കമ്മീഷനൊക്കെ കൊടുത്തേച്ച് ഇവരെടുത്തോണ്ട് പോയി വേറൊരു സ്ഥാപനത്തിൽ പണയം വെച്ചു. എല്ലാ തട്ടിപ്പാരും രീതി ആദ്യം 1-2 തവണ അവർ തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഇവരാവശ്യപ്പെട്ടപ്പോൾ എടുത്ത് തിരിച്ചു കൊടുത്തു. അപ്പോൾ പിന്നീട് ഇത് കുമിഞ്ഞു കൂടി കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ പൈസയുമായിട്ട് ഈ സ്വർണ്ണം എടുത്ത് മറിച്ച് വിറ്റ് അവർ സ്ഥലം വിട്ടു. ഈ സിന്ധു അമേരിക്ക പോയെന്നാണ് അവരുടെ മകൾ അമേരിക്കയിലാണെന്ന് പറയുന്നത്. അമേരിക്കയിലൊക്കെ മക്കളൊക്കെ ഉള്ള ഒരാൾ ഇങ്ങനെ മോഷണത്തിന് മാത്രമല്ല, ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഈ സ്ത്രീയുടെ, സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീയുടെ മകൻ രാഷ്ട്രപതിയുടെ പൈലറ്റ് ആണെന്നൊക്കെ പറയുന്നത്. സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞു. രാഷ്ട്രപതിക്ക് അങ്ങനെ പൈലറ്റ് പദവി ഉണ്ട്. അത്തരം ഒരു ജീവിത സാഹചര്യം ഉള്ള ഒരാൾ ഒരു മോഷണത്തിന് പോകും. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. മകൾ അമേരിക്കയിൽ, ഇവർ അമേരിക്ക പോയിരുന്നു. ഇവിടെ നിന്ന് ഈ പൈസ സ്വർണ്ണം മോഷ്ടിച്ചിട്ട് ചിലപ്പോൾ ഇവർക്ക് വേറെ എന്തെങ്കിലും ഇവർ ആഡംബരം ചെയ്ത് നിൽക്കുന്ന ഒരാളായിരിക്കാം. മക്കളൊക്കെ നല്ലതിലാണെങ്കിലും ചില ആളെ കൊണ്ടല്ലോ എത്ര പണം കിട്ടിയാലും മതിയാവാത്ത ആളെ പറ്റി ജീവിക്കാൻ മാത്രം താല്പര്യമുള്ള ചില ആളുടെ ഉണ്ടല്ലോ, അവരായിരിക്കാം. പക്ഷേ ഈ പെൺകുട്ടികളെ ഇവരെങ്ങനെ ട്രാപ്പ് ചെയ്തു എന്നുള്ള ഒരു പിടി കിട്ടും. ഇതിൽ ഇവർ 3 പേരും കൂടെ 4-മതോ 5-മതോ ഒക്കെ വേറെ വല്ലവരുണ്ടോ നമ്മൾ സംശയിക്കേണ്ടി വരും. അല്ല, ഇത് എല്ലായിടത്തും നടക്കുന്ന പരിപാടിയായിട്ട്. അതായത് നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകളിൽ ഇതേ പരിപാടി നടക്കുന്നുണ്ട്. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലെല്ലാം ഇതാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഒരാളോട് സ്വർണ്ണം പണയം വയ്ക്കും. നമ്മൾ അവരുടെ നിന്ന് കൂടിയ പലിശയാണ് മേടിക്കും. എന്നിട്ട് ഇവർ ഈ സ്വർണ്ണം എന്ത് ചെയ്യുന്നു? ചില പണമിടപാട് സ്ഥാപനങ്ങൾ തൊട്ടടുത്തുള്ള ദേശസാൽകൃത ബാങ്കിലോ സഹകരണ ബാങ്കിലോ കൊണ്ട് പണയം വയ്ക്കും കുറഞ്ഞ പലിശ. അപ്പോൾ ഇവരുടെ ലാഭം എന്താണ്? ഇവർക്ക് 2 നേട്ടമുണ്ട് അതിനകത്ത്. ഒന്ന്, ഈ സ്വർണം അവിടെ സേഫ് ആയിരിക്കും. ഇവരുടെ അവിടുത്തെ ലോക്കറൊന്നും ഇതിനകത്ത് പറ്റുന്ന ഈ സ്വർണം അവിടെ സേഫ് ആയിരിക്കും. 2, അവിടെ നമ്മൾ വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്കാണ് അവിടെ വാങ്ങുന്നത്. അപ്പോൾ ഈ പലിശയിലെ വ്യത്യാസം കാരണം ഇവരുടെ സ്വർണം സേഫ് ആയിരിക്കുകയും ചെയ്യും. ഇവർക്ക് അതിൽ നിന്ന് ആ തുക ഇപ്പം മറ്റേ ആളിന് കൊടുക്കുന്ന തുക അപ്പോൾ തന്നെ വീണ്ടും ഇവരുടെ മേശയിലേക്ക് വരികയാണ്. സ്വന്തം സ്വർണ്ണമല്ലല്ലോ, ഇവരുടെ മേശയിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, ഇവര് ഫലത്തിൽ ഇവരുടെ തുക ഇവരുടെ കയ്യിലിരിക്കും. മനസ്സിലായി? അതാണ് ഇവർ കൊടുത്ത പൈസ ഇവരുടെ കയ്യിൽ തന്നെ വരും. മാത്രമല്ല അതിനുള്ള പലിശ ഇങ്ങ് വരും. അതിലൊരു കുഞ്ഞു വിഹിതം അടുത്ത ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ മതി. നല്ല ആശയമാണ്. പലരും ഇങ്ങനെയാണ് ഈ സ്വർണ്ണപ്പണയ സ്ഥാപനം ലാഭത്തിൽ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പൈസ എന്താണെന്ന് വെച്ചാൽ അവരുടെ പൈസ അവരുടെ ഉണ്ട്, ബാങ്കിലിരിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ അവിടെ പണ്ട് വലിയൊരു കൊലപാതകം നടന്നു. ഇതൊരു സ്വർണ്ണക്കട ഉടമ പത്തനംതിട്ടയിൽ വാസുക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വാസുക്കുട്ടി വധം. ഈ വാസുക്കുട്ടി വധം ഈ കൊല്ലാൻ പോയവന്മാർ വിചാരിച്ചത് ഇയാളുടെ അവിടെ സ്വർണത്തിന് പണയം കൊണ്ട് പണയം വെക്കുന്ന ഈ സ്വർണം മുഴുവൻ പുള്ളി വൈകിട്ട് ഈ ബാഗിലാക്കി വീട്ടിൽ കൊണ്ടുപോകുന്നു എന്നാണ് ഇവർക്ക് കിട്ടിയ ഒരു വിവരം, ഈ കൊലപാതകങ്ങൾക്ക് കിട്ടിയ വിവരം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ഉച്ച വരെ കിട്ടുന്ന സ്വർണ്ണം ഉച്ച കഴിയുമ്പോൾ പുള്ളി അടുത്ത വേറെ ബാഗിൽ കൊണ്ട് പണയം വയ്ക്കും. അപ്പോൾ ഈ ആ ഒരു ഇതിലാണ് ഇയാൾ വീട്ടിലോട്ട് പോയപ്പോൾ കാറ് കൈ കാണിച്ചത്, കാറെ കയറിയാൽ കാറെ തട്ടിക്കൊണ്ടുപോയി പോകുന്ന വഴിക്ക് കൊല്ലുകയും മാവേലിക്കരടുത്ത് കാറും പുള്ളിയും കൂടെ കളയൊക്കെ ചെയ്തു. പക്ഷേ ഇവർക്ക് കുറച്ച് സ്വർണ്ണമേ കിട്ടിയുള്ളൂ. എങ്കിലും അവർക്ക് സാമാന്യം ഭേദപ്പെട്ട സ്വർണം കിട്ടി. ഇതിനകത്ത് ഉണ്ടായിരുന്നു. പുള്ളി 2-3 ദിവസം ഒന്നിച്ച് പണയം വയ്ക്കാൻ ബാക്കി കൊണ്ടുവയ്ക്കാൻ വിട്ടുപോയതാണ്. അതങ്ങനെ ആ സ്വർണം കിട്ടി. ഇവന്മാരത് മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു.
അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് സഹകരണ ബാങ്കുകളിലും ഇത് തന്നെയാണ് പരിപാടി. സഹകരണ ബാങ്കിൽ പക്ഷേ വെക്കുന്നത് ബാങ്കല്ല, അവിടുത്തെ ജീവനക്കാരാണ്. അവരിത് പണയം വെച്ച് വരുമാനം. വ്യക്തിപരെ എടുക്കാമല്ലോ, അവിടെ ഇരിക്കുന്ന ജീവനക്കാർ പ്ലാൻ ചെയ്താൽ. പല സഹകരണ ബാങ്കിലും സ്വർണ്ണപ്പണയത്തിൽ തിരിമറി നടന്നിരിക്കുന്ന ഈ വിധമാണ്. അതായത് അവിടെ ഈ സ്വർണ്ണപ്പണയം എടുക്കാനിരിക്കുന്ന ജീവനക്കാരൻ ഇത് അവർ കൊണ്ടുവെക്കും, ഇവിടുന്ന് പൈസ കൊടുക്കുന്ന പറയും, ഇവൻ ഇത് അടുത്ത ബാങ്കിൽ കൊണ്ടുപോയി വെക്കും, എന്നിട്ട് അവൻ അതേന്ന് പൈസ എടുക്കും. ഇതേ രീതിയിൽ തന്നെ അത് വളരെ പിന്നെ എന്താ പറയുന്നത് ഒരു. പക്ഷേ എവിടെയാണ് ഇവർ കുടുങ്ങുന്നതെന്നറിയോ? അപ്രതീക്ഷിതമായിട്ട് ഈ സ്വർണം തിരിച്ചു വാങ്ങാൻ ഇവരെത്തും. അവൻ അവിടെ കാശ് ഒപ്പിച്ചുകൊണ്ട് വന്ന് ഇതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നറിയോ? ആദ്യത്തെ ദിവസം ഇന്നിപ്പോൾ ഞാൻ ഇതുപോലെ പണയം വെച്ചു, എൻ്റെ സ്വർണ്ണം അവർ കൊണ്ടുപോയി അവിടെ അങ്ങ് വെച്ചു. നമ്മളിതുമായിട്ട് ചെല്ലോ സ്വർണ്ണം എടുക്കാം, ഇത് മേടിച്ച് നോക്കി വെച്ച് ഇവർ പറയും ലോക്കറിൻ്റെ താക്കോല് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇന്ന് വന്നിട്ടില്ല, നാളെ വരാൻ പറയും. അല്ലേ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വിളിക്കാം, അന്നേരം ഇങ്ങോട്ട് വരാൻ പറയും. വിമാനം മറുപടി ഇട്ട് നേരെ പോയി വെച്ചിരിക്കുന്ന വാങ്ങി നീ സാധനം എടുത്തോണ്ട് വന്നിട്ട് ഇവരെ വിളിച്ച് ഇത് കൊടുക്കും. ഇങ്ങനെയാണ് പരിപാടി നടക്കുന്നത്. ഇതേ പരിപാടിയാണ് ഇവിടെ നടന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഈ ജീവനക്കാർ അടുത്ത ബാങ്കിൽ കൊണ്ടുവെക്കുന്നതിന് പകരം അവർ ഈ സിന്ധു എന്ന് പറയുന്നത് കൊടുത്തു. അവർ പറഞ്ഞാണ് എനിക്ക് വിശ്വാസമുള്ള സ്ഥലമുണ്ട്, ഞാൻ കൊണ്ടുപോയി അവിടെ പണയം വെച്ച്. ആലോചിച്ച് നോക്ക്, ഇതുപോലത്തെ ഒരു ഈ സ്ത്രീയുടെ പശ്ചാത്തലം വരെ. ഇവർ പല തട്ടിപ്പ് കേസിൽ വ്യാജ സ്വർണ്ണം പണയ തട്ടിപ്പ് ഒക്കെ നടത്തിയ കേസിൽ പ്രതിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ത്രീകളും ഇവരുമായിട്ട് ഇവരെ പശ്ചാത്തലം അന്വേഷിച്ചിട്ടുണ്ടോ, എന്ത് ധൈര്യത്തിലാണ് ഇവരിത് കൊടുത്തതെന്നുള്ളതിന് ഇനി ഇത് നാലാമത് വല്ല ഒരു ഇതിലുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ഇത് ഒരു സ്ത്രീ മാത്രമായിരിക്കില്ല, ഇതിൻ്റെ പിന്നിൽ വലിയ റാക്കറ്റാണ്. അല്ല, ഇതിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ജീവനക്കാർ ഇത് എടുത്തു എന്ന് പറയുന്ന ഇവർക്ക് ഇങ്ങനെ ഒരു ഐഡിയ എങ്ങനെ വന്നു? ഇവരെങ്ങനെ ഈ ലേഡിയുമായിട്ട് പരിചയം? ഈ ജീവനക്കാർ ഇത് ആദ്യമായിട്ടായിരിക്കില്ല ഈ സ്വർണം ഈ പരിപാടി തന്നെയായിരിക്കും. ഇതിൻ്റെ ഉടമ അറിഞ്ഞ് കാണത്തില്ല, ഒരു പക്ഷേ ഉടമയ്ക്കും അറിയാമായിരിക്കാം. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഉടമ അറിയാതെ ജീവനക്കാരികൾ എടുത്ത് വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഉടമ അറിഞ്ഞും വയ്ക്കുന്നുണ്ടാവാം, എന്നാൽ ഉടമ അറിയാതെ ജീവനക്കാരികളും വയ്ക്കുന്നുണ്ട്. ഉടമ അറിഞ്ഞും ബാക്കി 30 അറിയാതെ വയ്ക്കുമായിരിക്കും. ഉടമ ഇത് തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരുന്നത്. അതായിരിക്കും. അത് ജീവനക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ അവർ നോക്കുമ്പം എടാ ഇത് കൊള്ളാമല്ലോ ഈ പരിപാടി, ഞങ്ങളും ഇതങ്ങ് ചെയ്തേക്കാമെന്ന് കരുതി. അതിന് ഉടമ അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ്. അപ്പോൾ ഈ തിരക്കിയ ആൾക്കാർ വന്നപ്പോഴാണ്, അങ്ങനെ വന്നപ്പോൾ ഈ യുവതികൾ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ആ സ്വർണം പകരം മേടിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. കുറേ പേർക്ക്. ബാക്കി ഇത്രയും വലിയ ബാധ്യത അവരെങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും? 70 പവനെന്നൊക്കെ പറയുമ്പോഴേ അതിന് ബാക്കി എവിടെ പോയി ഇത്രയും പണം വേണ്ടേ? അങ്ങനെയാണ് ഇവർ ആത്മഹത്യ. നമ്മുടെ ഇത് വളരെ വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. നമുക്ക് വ്യക്തികൾക്ക് പണയം വെക്കണമെങ്കിൽ പോലെ നാഷണലൈസ്ഡ് ബാങ്കിൽ പോകുന്നതാണ് സേഫ്. അതല്ല ഇത്തരം ബാങ്കുകളിൽ കൊണ്ട് നമ്മൾ അത്യാവശ്യം ഓടിച്ചെന്ന് പെട്ടെന്ന് പണയം വയ്ക്കാൻ ഇത് സഹായകരമാവുമെങ്കിൽ പോലും ബാങ്കിൽ കുറച്ച് ഔപചാരികതകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ദീർഘകാലാടിസ്ഥാനം ചിന്തിക്കുമ്പം അത് തന്നെയാണ് നല്ലത്. സഹകരണ ബാങ്കിൽ ദേശസൽകൃത ബാങ്കുകളിൽ മറ്റ് പ്രൈവറ്റ് ബാങ്കുകളൊക്കെ പലിശ കുറവാണ്. പിന്നെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു പവന് പ്രൈവറ്റ് ബാങ്ക് തരുന്ന അത്രയും കാശ് ഇവർ തരൂല. അതുകൊണ്ട് തന്നെയാണ് പലരും കൊണ്ട് ഒരു പവന് 1 ലക്ഷം രൂപ വിലയുണ്ടെന്ന് പറഞ്ഞാൽ അവരൊരു കൂടി വന്ന ഒരു 45,000-50,000 രൂപയ്ക്കുള്ളിൽ കൊടുക്കത്തില്ല. അത്രേ ഉള്ളൂ. അതിനകത്തെ ഒരു പ്രശ്നം അതാണ്. അങ്ങനെ പക്ഷേ ഇവിടെ ചെല്ലുന്ന കഴിയുമ്പോൾ ഈ ഒരു പവന് അടുത്ത വില അവർ കൊടുക്കും. അതെ, പ്രൈവറ്റ് ബാങ്ക്. എന്താണെങ്കിലും വല്ലാത്ത ഒരു ദുരന്തമായി പോയി. ഇത്തരം ദുരന്തങ്ങൾ ഇനി കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ മരിച്ച രണ്ട് സ്ത്രീകളും കുടുംബപശ്ചാത്തലം നമുക്കല്ല. ഒരു ചെറിയ കുട്ടിയും പ്രായം കുറവാണ്, ചെറിയ മക്കളൊക്കെ ഉള്ള ആളുകളാണ്. അവർ കല്യാണം കഴിഞ്ഞ് വരുന്നത് എന്താണെന്ന് നമുക്ക് അവരെ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. അങ്ങനെ ആണെങ്കിൽ അവർ വായതരും ചെറിയ മക്കളൊക്കെ ഉള്ള ആളാണെങ്കിൽ ഭയങ്കര ദുരന്തമാണ് അവരുടെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം. അവരെ വീട്ടുകാർക്ക് ഇത് അറിയില്ലായിരുന്നു. ഒരുപക്ഷെ ഈ പണമൊക്കെ ഇവർ എന്താണ് ചെയ്തത്? ഇവരെടുത്തുകൊണ്ട് ഇവർ ആഡംബരം ചെന്ന് നോക്കിയായിരുന്നു. ഇന്നത്തെ കാലത്ത് എല്ലാവരും മൊബൈൽ ഫോൺ കിട്ടിയിട്ടുള്ളൂ. ഈ മറ്റവർക്ക് ഇത് കൊടുത്തപ്പോൾ അവര് പണയം വെച്ചെടുത്തതെന്ന് ഒരു ചെറിയ തുക ഇവർക്ക് കമ്മീഷനെ കൊടുത്തിട്ടുണ്ട്. വലിയ തുകയൊന്നും കിട്ടിയിട്ടില്ല. ഇത്തരം സിന്ധുമാര് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇഷ്ടം പോലെ. മാത്രമല്ല ഈ ജീവനക്കാർക്കൊക്കെ തുച്ഛമായ ശമ്പളമായിരിക്കും. ഇപ്പം ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് എന്നാ കിട്ടാനെ കൊണ്ട്, അല്ലെ അതുപോലെ ബിസിനസ് നടക്കുന്ന ഇപ്പോഴൊന്നും പ്രൈവറ്റ് ബാങ്കുകളിൽ പോയിട്ട് ദേശസാൽകൃത ബാങ്കുകളിൽ പോലും ബിസിനസ്സുകൾ പറഞ്ഞത് ചെറിയ ടൗണാണ്, അതല്ലാതെ ഒരു വലിയ മഹാനഗരമൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കച്ചവടം അവിടെ കൂടുതൽ സാധാരണ മത്സ്യത്തൊഴിലാളികളൊക്കെ ഉള്ള സ്ഥലമാണ്. അവരവരെ എന്തെങ്കിലും ഡെയിലി ആവശ്യങ്ങൾക്ക് അത്യാവശ്യം ഓടി പണയം വയ്ക്കുന്ന ഒരു സ്ഥാപനമായിരിക്കാം ഇത്. പക്ഷേ എങ്കിൽ പോലും ഇത് കേരളത്തിൽ ഇപ്പോഴും ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്, ആളുകൾ ഇതിനെല്ലാം കഴുത്ത് വെച്ച് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അല്ല, ഈ തട്ടിപ്പുകാരി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തട്ടിപ്പുകാരിയായിട്ടുള്ള ഈ ലേഡി, ഇവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഈ കുട്ടികൾ ചെയ്ത ഒരു
വിഷയം അല്ല. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും ഇത്തരം തട്ടിപ്പുകൾക്ക് വിധേയരാകുന്നു എന്നുള്ളതാണ്. അതെ. ഇവിടെ തന്നെ നമുക്ക് വിളിക്കാറുള്ള പല ഫോൺ, നമുക്ക് ഇവിടെ ഒരു ഫോണുണ്ട്. ഈ ഫോണിലേക്ക് ദിവസം ആളുകൾ വാർത്ത തരാൻ വേണ്ടി വിളിക്കുന്നതാണ്. പക്ഷെ അതിൽ പലതും ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടതാണ്. നിർമ്മലാ സീതാരാമൻ്റെ AI പിന്നെ ആഹ്വാനം കണ്ടുകൊണ്ട് പണം ഇട്ട ആൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വിളിച്ചിരുന്നു. അല്ലെ, ഈ സ്ഥിരമായിട്ട് ഈ നിർമ്മലാ സീതാരാമന്റെ ഈ AI നമ്മൾ ആരായാലും തെറ്റിദ്ധരിച്ചു പോകും. അതെ. എന്താണെന്നറിയോ, ഞാനൊരു ദിവസം ഇത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചത് കറക്റ്റ് ആണെന്ന്, ഈ സംഭവം സത്യമാണെന്ന് അതെ. ഞാൻ കരുതി. ഞാൻ വിചാരിച്ചു അത് അത്ര മനോഹരമായിട്ടാണ് ഇത്. ഒരു പാർലമെന്റിൽ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ സമ്മേളനത്തിൽ അവിടെ നിന്നുകൊണ്ട് പറയാം. അവരവിടെ പ്രസംഗിക്കുന്നതായിട്ട് അതിന് അടിയിൽ കൂടി ഇന്നത്തെ ഡേറ്റ് നമ്മൾ ഈ കാണുന്ന ടൈം ഏതാന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈവായിട്ട് ഇത് കാണുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം അവരതൊക്കെ വളരെ കൃത്യമായിരിക്കും. അത് നമുക്ക് ഒരു സംശയം ഉണ്ടാകാത്ത തരത്തിലായിരിക്കും. ഇവിടെ വിളിച്ച വ്യക്തികളടുത്ത് നമ്മൾ പറയുമ്പോൾ അവർ ഇങ്ങോട്ട് നമ്മളെ ചോദ്യം ചെയ്യുകയാണ്. ആര് പറഞ്ഞത്? ഇത് അവർ സംസാരിക്കുകയില്ല. ഇത് AI എന്ന് പറഞ്ഞാലൊന്നും സീനിയേഴ്സ് ആയിട്ടുള്ള പലർക്കും ഇത് മനസ്സിലാവില്ല. ഇത് ഇങ്ങനെ സാധ്യത ഉണ്ടെന്ന്. നമുക്ക് തന്നെ അറിയാം, ഫേസ്ബുക്കിലൊക്കെ AI രൂപത്തിൽ ഓരോ സ്ത്രീകളെ പടവും കൊടുത്തിട്ട് ഹായ് ഹോയ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഓരോരുത്തന്മാർ താഴെ ഇരുന്ന് കമൻറ്റ് നമ്മൾ കാണുന്നില്ല. ഇത് അവർക്ക് മനസ്സിലാവില്ലല്ലോ AI ആണെന്നുള്ളത്. താഴെ വന്ന് ആങ്ങളമാര് കളിക്കും, ആങ്ങളെ അടിക്കാൻ വരണമാർ. ഇപ്പോൾ ഇതുപോലത്തെ ഒരു അവസ്ഥയാണുള്ളത്. ഏതായാലും വളരെ ദുരന്തമാണ്, ദയനീയമാണ് കാര്യം. കേരളത്തിലെ ആളുകൾ ഇത്തരം കബളിപ്പിക്കലിന് പണ്ടും എപ്പോഴും ഇന്ത്യയിൽ ഒരു പക്ഷേ ഇത്തരം കബളിപ്പിക്കലുകൾക്ക് നിസ്സാര ലാഭം കിട്ടിയാൽ മതി എന്ന് എവിടെയെങ്കിലും ഒരു ഓഫർ കിട്ടിയാൽ അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സമൂഹമാണ് കേരളം. അതിൻ്റെ അനിവാര്യമായ ദുരന്തം തന്നെയാണ് ഈ രണ്ട് യുവതികളുടെയും കാര്യത്തിൽ സംഭവിച്ചത്.